കേന്ദ്രമാകുന്ന 1000 വർഷം. Because my king, he is on the way, he is going to come back. വായു തുറന്നവനെ സ്തുതിക്ക്, കരങ്ങളെ അടിച്ച്. ഞാൻ നിങ്ങളെ ഇളക്കല്ല ദൈവത്തിന്റെ ജനമേ. ഞാൻ പറയുന്ന തിരുവചന സത്യമാ. അവനൊരു തിരിച്ചു വരവുണ്ടെങ്കിൽ 3 പേരെ തൊട്ട് പറ, നമുക്കും ഒരു തിരിച്ചു വരവുണ്ട്. പറ നിനക്കൊരു തിരിച്ചു വരവുണ്ട്. 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 യേശുവിന്റെ നാമത്തിൽ ഏതാണ്ട് പൊട്ടുക, ഏതാണ്ട് പൊട്ടുന്ന ശബ്ദം ഞാൻ കേൾക്കുക, ഏതാണ്ട് തുറക്കുന്ന ശബ്ദം ഞാൻ കേൾക്കാം, ഏതാണ്ട് ഹൈവേസ് ആകുന്ന ശബ്ദം ഞാൻ കേൾക്കാം. ഓ, വർഷങ്ങളെ നീ കാത്തിരുന്നിട്ട് നടക്കാത്തത് 2014 എന്റെ ദൈവം പുറത്തെടുക്കുന്ന അതേ വിടുതലിന്റെ സാന്നിധ്യം ഞാൻ വെളിപ്പെടുക. സമയം നിന്റെ കാത്തിരിപ്പ് കഴിഞ്ഞു. ഇത് നിന്റെ വിടുതലിന്റെ നേരമത്രേ. ആയിരം വർഷം യേശു കർത്താവ് ഈ ലോകത്തെ ഭരിപ്പാനായി അവൻ കടന്നു വരുമ്പോൾ എൻ്റെ കർത്താവിന് ഒരു തലസ്ഥാനം ആവശ്യമാണ്. ഏതാണ് കർത്താവ് യേശുവിൻ്റെ തലസ്ഥാനം? മാഞ്ചസ്റ്ററോ മഡഗാസ്കറോ മൻഹാട്ടനോ അല്ല യേശുവിൻ്റെ തലസ്ഥാനം. ഏതാ യേശുവിൻ്റെ തലസ്ഥാനം? ഓ, ഡൽഹി, ബോംബെ, കൽക്കട്ടയല്ല യേശുവിൻ്റെ തലസ്ഥാനം. സിംഗപ്പൂരോ അതിനപ്പുറത്തുള്ള ടോക്കിയോയോ ഡർബനോ ദുബായോ ലോസ് ഏഞ്ചൽസോ ന്യൂയോർക്കോ അല്ല യേശുവിൻ്റെ തലസ്ഥാനം. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇതൊരു ദൂതാണ്, പ്രവചന ദൂതാണ്. കേക്ക്. ലോകത്തിൽ മലയാളി ബറ്റിൽ നിങ്ങൾ ഇതാ കേട്ടില്ലെങ്കിൽ പിന്നെ ആരാ കേൾക്കുന്നത്? ഓ, എന്റെ കർത്താവ് പിതാവായ ദൈവം ഇവണ്ണം പറഞ്ഞു, എന്റെ മകനെ, നിനക്കൊരു തലസ്ഥാനം ഞാൻ ഒരുക്കുന്നു. ഏതാ നിന്റെ തലസ്ഥാനം എന്നറിയോ? നിനക്കതൊരു ഗൂഢാലോചന നടത്തിയൊരു പട്ടണമുണ്ട്. നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയ ഒരു പട്ടണമുണ്ട്. നിനക്കെതിരെ കുരിശു പണിത ഒരു പട്ടണമുണ്ട്. നിനക്കെതിരെ മുൾക്കിരീടം പണിഞ്ഞ ഒരു പട്ടണമുണ്ട്. നിന്നെ തുപ്പി നാറ്റിച്ച ഒരു പട്ടണമുണ്ട്. നിന്നെ അടിച്ചു തകർത്ത ഒരു പട്ടണമുണ്ട്. നിന്നെ തല്ലി തകർത്ത പട്ടണമുണ്ട്. നിന്നെ കുരിശു ചുമപ്പിച്ച പട്ടണമുണ്ട്. നിനക്ക് ക്രൂശിച്ച ഒരു പട്ടണമുണ്ട്. ആ പട്ടണം തന്നെ ദൈവത്തെ ആരാധിക്കും. വല്ലോനെ ആരാധിക്കുന്നതിന്റെ കൊതിപ്പെടാതെ നീ ആരാധിക്കും. വല്ലോ നിനക്ക് വേണമെങ്കിൽ ഇടം വലം മുന്നിലും പിന്നിൽ നീ നോക്കാതെ നീ സ്വർഗത്തെ നോക്ക്. സുനിലെ, ഞാൻ ആത്മാവിൽ കണ്ടത് കൂട്ടിലടക്കപ്പെട്ടതായ ഒരു കഴുകനെ സ്വതന്ത്രമാക്കുന്നത് പോലെ ഇന്ന് രാത്രി ഈ കോൺഗ്രിഗേഷനെ പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യം ഇല്ലാത്തവരെ കഴുകന്റെ ചിറക് ദൈവാത്മാവ് നിനക്ക് തുന്നിച്ചേർക്കുകയാണ്. നിന്നിലൊരു കഴുകന്റെ ചിറക് എന്റെ ദൈവം തുന്നിച്ചേർക്കുകയാണ്. നിന്നെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഒരു മന്ത്രത്തിന്, ഒരു പൂജക്ക്, ഒരു ഹോമത്തിന്, ഒരു അഭിചാരത്തിന് നിന്നെ തടുക്കുവാൻ കഴിയത്തില്ല. ആത്മാവിന്റെ തീ ഈ അന്തരീക്ഷത്തിൽ ഇറങ്ങുന്നു. എരിക്കേണ്ടതിനെ എരിക്കുന്നു, പൊളിക്കേണ്ടതിനെ പൊളിക്കുന്നു. വിടുതൽ വെളിപ്പെടുകയാണ്. ഏത് പട്ടണത്തിലാണോ നീ ഉടഞ്ഞത്? ഏത് പട്ടണത്തിലാണോ നീ കരഞ്ഞത്? ഏത് പട്ടണത്തിലാണോ അവർ നിന്നെ ക്രൂശിച്ചത്? ഏത് പട്ടണത്തിലാണോ നിന്നെ അടക്കിയത്? നീ പുറത്തു വരല്ലെന്ന് പറഞ്ഞ് ഏത് പട്ടണത്തിലാണോ മുദ്ര വച്ചത്? എവിടെയാണോ ഗുണ്ടകളെ സ്പെഷ്യൽ ഗാർഡിനെ പിടിച്ചു നിർത്തിയത്? എന്റെ കർത്താവ് പറഞ്ഞു, ആ പട്ടണത്തിൽ തന്നെ
ഞാനിത് പറയുമ്പോൾ ആർക്കാണ്ട് ഏതൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു? യെസ് 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 കം ഓൺ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ചെന്നാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ രാത്രി നിന്റെ യെരിഹോ ഇടിയുന്നു, നിന്റെ യോർദാൻ പിൻവാങ്ങുന്നു, നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ്. കുറെ വർഷമായി നിന്റെ പിശാച് അതേ മാന്തി പറിച്ചിട്ടിരുന്നു. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാനതൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. എന്റെ ജനം സ്വതന്ത്രമാകട്ടെ. ഈ രാത്രി ഒരു പ്രസംഗമല്ല, പകരം സ്വർഗം നിങ്ങളെ സന്ദർശിക്കുന്ന എനിക്ക് കാണാനാ. ഒരു പ്രസംഗമല്ല അങ്ങളെ, സ്വർഗം ഈ ജനത്തെ സന്ദർശിക്കുന്ന എനിക്ക് കാണാനാ. യേശുവിന്റെ രക്തം ചെയ്യ, യേശുവിന്റെ രക്തം ചെയ്യ, യേശുവിന്റെ രക്തം ചെയ്യ, യേശുവിന്റെ രക്തം ചെയ്യ. ജനം ദൈവത്തെ ആരാധിക്കട്ടെ യേശുവിന്റെ നാമത്തില്. എവിടെയാണോ മനുഷ്യൻ നിന്നെ തകർത്തത്, എവിടെയാണോ മനുഷ്യൻ നിന്നെ ഉടച്ചത്, എവിടെയാണോ സാത്താൻ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞത്, എന്റെ കർത്താവ് പറയുന്നു, അവരുടെ നടുവിൽ ആൾ മാറിയവനായി. ആത്മാവിൽ പ്രാർത്ഥിച്ചില്ല. I need support. Thank you Jesus. നീ രാത്രി one will chase 1000, ഒരുവൻ 1000, ഇരുവർ 10000 പിന്തുടര്. എനിക്ക് അഭിഷേകമില്ലെന്നോ അദ്ദേഹത്തിന് കുറവെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി 2 പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ഓ 2 പേർ ഐകമത്യപ്പെട്ടാൽ ഇതിന്റെ മൂർച്ച കുറച്ചുകൂടെ വർദ്ധിക്കാൻ പോവാ. ഓ ഇന്ന് രാത്രി 2 പേർ ഐകമത്യപ്പെട്ടാൽ ഇതിന്റെ വേഗത ഒരു തീവ്രതയായി തീരുവാൻ വേണ്ടി പോകുകയാണ്. എവിടെയാണ് അത്? എവിടെയാണ്? ഏത് പഞ്ചായത്തിലാണ്? ഏത് കോർപ്പറേഷനിലാണ്? ഏത് ജില്ലയിലാണ്? ഏത് സംസ്ഥാനത്താണ്? ഏത് രാജ്യത്താണ്? എവിടെയാണോ നീ തീർന്നെന്ന് മനുഷ്യൻ പറഞ്ഞത്, നിന്നെ തല്ലി തകർത്തത്, നിന്നെ അവസാനിപ്പിച്ചത്, നിനക്ക് വേദി തരത്തില്ലെന്ന് പറഞ്ഞത്, നിന്നെ ഉടയ്ക്കുമെന്ന് പറഞ്ഞത്, നിന്നെ തീർക്കുമെന്ന് പറഞ്ഞത്, അവരുടെ നടുവിൽ ഞാൻ ആവർത്തിക്കുന്നു, എവിടെയാണോ നിനക്ക് വേദി നിഷേധിച്ചത്, നിനക്ക് ശുശ്രൂഷ നിഷേധിച്ചത്, നിന്റെ വേദി അടച്ചത്, അവന്റെ മുൻപിൽ ആ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ മുൻപിൽ, അവന്റെ മുൻപിൽ എന്റെ ദൈവം നിന്നെ നിർത്തുവാൻ പോകുന്നു. അവന്റെ മുൻപിൽ തന്നെ. Excuse me, പക്ഷെ പണ്ട് നീ നിന്ന തലത്തിലല്ല ഇനി നീ നിൽക്കാൻ പോകുന്നത്. പണ്ട് കുഞ്ഞാടായി നിന്നതിൽ ഇനി നീ സിംഹമായി നിൽക്കാൻ പോവാ. നീ മാറുക. നിന്റെ അന്യഭാഷ മാറുകയാ, നിന്റെ ആരാധന മാറുകയാ, നിന്റെ ദൂത് മാറുകയാ, നിന്റെ വെളിപ്പാടിന്റെ ലെവൽ മാറുകയാ, നിന്റെ പ്രവചനത്തിന്റെ ശ്രേണി മാറുകയാ, നിന്റെ വചനത്തിന്റെ വെളിപ്പാട് മാറുകയാ, നിന്റെ വിശ്വാസത്തിന്റെ ശക്തി മാറുകയാ. ഏറ്റെടുക്കും ജനമേ. അവരുടെ മുൻപിൽ ചുറ്റും നിൽക്കുന്ന 3 പേരെ തൊട്ട് അവരുടെ മുൻപിൽ വിളിച്ചു പറഞ്ഞാണ്. അവരുടെ മുൻപിൽ മക്കളെ, അവരുടെ മുൻപിൽ. താങ്ക് യു. അവരുടെ മുൻപിൽ ആ സൺഡേ സ്കൂൾ വാക്യം വിളിച്ചു പറഞ്ഞേ, അവൻ ശത്രുക്കൾ കാണെ. അയ്യോ, ആരാണ്ട് പറയുന്നു ശവപ്പെട്ടി. നോ, ശത്രുക്കൾ കാണെ. നാസറേത്തിലെ ആശാരി ഇവിടെ വന്നിട്ടുണ്ട്.
നസ്രയത്തിൽ ആശാരിക്കുന്ന രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ശവപ്പെട്ടി പൊങ്ങുമെന്നാ പലതും പറയുന്നത്. ഇന്ന് രാത്രി ദൂതന്മാർ അതിനെ തട്ടി മാറ്റിയിട്ട് ശത്രുക്കൾ കാണുക അവൻ മേശൊരുക്കുന്നത് അത്രേ. നിന്റെ ശത്രു ചാകാതിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ശത്രുക്കൾക്ക് തുല്യമായിരിക്കുന്നവർ ചാകാതിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അവൻ മരിക്കാതിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നിനക്ക് വേണ്ടി എന്റെ ദൈവം ഒരുക്കുന്ന മേശ കാണാൻ വേണ്ടി അത്രേ. വർഷങ്ങളെ ചിലത് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാത്തതിന്റെ കാര്യം എന്താ ഇപ്പൊ മനസ്സിലായല്ലോ. നമ്മൾ ഒരു മണിക്കൂർ എനിക്കിത് പറയാൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ഈ CD ഒന്ന് തരണേ, ഇത് കേട്ടിട്ട് വേണം എനിക്കൊന്ന് വിലപ്പെടാൻ. ഇതൊന്ന് പ്രസംഗിച്ച് റൂമിൽ പോയിട്ട് വേണം എനിക്ക് എന്റെ നോട്ട്ബുക്കിൽ എഴുതിയിടാൻ. ജഗത്താൻ പറഞ്ഞത് നിന്റെ ശവപ്പെട്ടി പൊങ്ങുമെന്ന. എന്നാൽ ഇന്ന് രാത്രി നിന്റെ ശാപത്തെ കർത്താവ് അനുഗ്രഹമാക്കിയാണ്. കാണുന്ന മണ്ഡലത്തിലല്ല വാസി, കാണാത്ത മണ്ഡലത്തിൽ ഭയങ്കര ഡെലിവറൻസ് ഈ ജനത്തിൽ ഇന്ന് രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാത്ത മണ്ഡലത്തിൽ ഈ ജനത്തിന്മേൽ ദൈവത്തിന്റെ വിടുതൽ പരിശുദ്ധാത്മാവ് പകരുകയാണ്. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. എവിടെയാ ഈ വിടുതൽ നടക്കുന്നത്? 2000 കാണാത്ത മണ്ഡലത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് വന്നപ്പോ 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് വന്നപ്പോ അവനെ അടിച്ചു തകർത്ത പട്ടണം, അവനെ തുപ്പി നാട്ടിയ പട്ടണം, അവനെ അവഹേളിച്ച പട്ടണം, അവനെ ക്രൂശിച്ച പട്ടണം, അതേ പട്ടണത്തിൽ തന്നെ ഈ രാത്രി വിശ്വസിക്ക്. അതേ കുടുംബത്തില്, അതേ വ്യക്തികളെ മുൻപിൽ, അതേ കസിൻസിന്റെ മുൻപിൽ, അതേ ആന്റിമാരുടെ മുൻപിൽ, അതേ അങ്കിളിന്റെ മുൻപിൽ, അതേ സഭയില്, അതേ സംഘടനയില് നീ തീർന്നു പറഞ്ഞവരുടെ നടുവിൽ, നീ അവസാനിച്ചെന്ന് വെല്ലുവിളിച്ചവരുടെ നടുവിൽ, അവരുടെ മുൻപിൽ കിഴക്ക് സൂര്യൻ ഉദിച്ചതുപോലെ ദൈവത്തിന്റെ നീതി ഉദിക്കുക. ആരോ പറയുന്ന വെല്ലുവിളിയുണ്ട് ബ്രദറെ, പ്രശ്നമുണ്ട് ബ്രദറെ, പ്രതിസന്ധി ഉണ്ട് ബ്രദറെ, ചെക്ക് പോസ്റ്റ് പോലെ പലത് എന്റെ മുൻപിൽ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ബ്രദറെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇത് പ്രശ്നത്തിന്റെ പുസ്തകമല്ല, ഇത് പരിഹാരത്തിന്റെ പുസ്തകം. നീ വന്നത് എം എ വർഗീസിനെ കണ്ടിട്ടല്ല, നീ വന്നത് കർത്താവ് യേശുവിനെ കണ്ടിട്ടാ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് എന്റെ ദൈവം ഈ മിനിസ്ട്രിയുമായി ഈ ദൈവദാസനുമായി കണക്ട് ചെയ്തെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുന്നു, അതേ സ്തോത്രം, നിനക്ക് പ്രശ്നമുണ്ടോ? നിനക്ക് വിടുതലുമുണ്ട്. അപ്പുറത്തൊരു ഫറവോനുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു മോശയുണ്ട്. അയ്യോ, അപ്പുറത്തൊരു ഫറവോനുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു മോശയുണ്ട്. അപ്പുറത്തൊരു ആഹാബുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ഏലിയാവുണ്ട്. അപ്പുറത്തൊരു ഇസബേൽ ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു യേഹൂ ഉണ്ട്. അവളെ വലിച്ച് താഴെ തള്ളിയിട് എന്ന് വിളിച്ചു പറയുന്ന ഒരു യേഹൂ ഇപ്പുറത്തുണ്ട്. അപ്പുറത്തൊരു ഹെരോദാവുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു യോഹന്നാൻ സ്നാപകനുണ്ട്. അയ്യോ, പ്രൈസ് ദി ലോർഡ്. ഇതുവരെ സ്വതന്ത്രം പറഞ്ഞില്ല, ഇനിയുള്ളവരെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പുറത്ത് പഴയ പാമ്പായ സാത്താൻ ഉണ്ടെങ്കിൽ അവന്റെ തലയെ തകർക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം ഇപ്പുറത്തുണ്ട്. നിനക്ക് പ്രശ്നമുണ്ടോ? അതിന്റെ നടുവിൽ നിനക്ക് വിടുതലുമുണ്ട്. എവിടെയാണോ സാത്താൻ നിന്നെ തള്ളിയത്, എവിടെയാണോ പിശാചിനെ അടച്ചത്, എവിടെയാണോ മനുഷ്യൻ നിന്നെ ഒതുക്കിയത്, അവരുടെ മുൻപിൽ
4 പേരെ തൊട്ട് പറഞ്ഞോട്ടെ, അവരുടെ മുൻപിൽ പറഞ്ഞോട്ടെ, അവരുടെ മുൻപിൽ, അവിടെ മുൻപിൽ, അവിടെ മുൻപിൽ, അവിടെ മുൻപിൽ, അവിടെ മുൻപിൽ ഒരു 10 മിനിറ്റ് കൂടെ നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നവർ മാത്രം കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. അവിടെ മുൻപിൽ, അവിടെ മുൻപിൽ, അവിടെ മുൻപിൽ, അവിടെ മുൻപിൽ, അവിടെ മുൻപിൽ ദൈവാത്മാവ് ചലിക്കുന്നു, പരിശുദ്ധമായി തൊടുന്നു. ജയിലുകൾ പൊളിക്കുന്നു, ജയിലുകൾ പൊളിക്കുന്നു, സാത്താന്റെ ജയിലുകൾ പൊളിക്കുന്നു, പിശാചിന്റെ ജയിലുകൾ പൊളിക്കുന്നു. ആരാധിച്ചേ വായികളെ തുറന്ന് കരങ്ങൾ അടിച്ച് ദീമുനവക്ഷവനം ശമനം സകലേരകലം ധനബൗരക ജഗതം ഓരി ഖമമമമമനിയന്തോ നീ മിണ്ടാതിരിക്കുക, നീ മൗനമായിരിക്കുക. യുദ്ധം നിന്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെത്. ജയം നിന്റെത്, യുദ്ധം ദൈവത്തിൻ്റെത്. ജയം നിന്റെത്, പരാജയം പിശാചിൻ്റെത്. യുദ്ധം ദൈവത്തിൻ്റെത്, ജയം നിന്റെത്, പരാജയം പിശാചിൻ്റെത്. വാ തുറന്ന് പറ, യുദ്ധം ദൈവത്തിൻ്റെത്, ജയം എന്റേത്, പരാജയം പിശാചിന്. നമ്മുടെ മുദ്രാവാക്യം വീണ്ടും പറഞ്ഞേ, യുദ്ധം, ജയം, പരാജയം. ഒരിക്കൽ കൂടെ, യുദ്ധം ദൈവത്തിൻ്റെത്, ജയം എന്റേത്, പരാജയം പിശാചിൻ്റെത്. ഗബദ എന്ന കൽത്തലത്തിൽ ചൊരിഞ്ഞു വീണതായ രക്തം ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുന്നു, നീ മൗനമായിരിക്കുക. നിന്നോട് പൊരുതുന്നവരോട് അവൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് അവൻ വാദിക്കും. 5 മിനിറ്റ് കൂടെ നിൽക്കാം. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രമേ. ഈ മെസ്സേജ് തീരത്തില്ല. ഞാൻ പ്രസംഗിക്കാനല്ല വന്നത്. നമ്മൾ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി മറ്റൊരു സ്പർശനം കൂടെ പരിശുദ്ധാത്മ നൽകുക. എന്നിട്ടൊരു ഓപ്പണായിട്ട് ഞാൻ അങ്ങ് ഇടുക ആംഗിളെ. അതിനർത്ഥം ഐ വിൽ കം ബാക്ക് അഗൈൻ. സ്തോത്രം. എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വീണ്ടും വരുമെന്നാ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. മൂന്നാമത് യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞത് വായിക്കട്ടെ, ഞാൻ പറഞ്ഞു പോകാം. യോഹന്നാൻ 19:17. യോഹന്നാൻ 19:17 ഇങ്ങനെ പറയുന്നു, അവൻ താൻ തന്നെ കുരിശും ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന തലയോടിരം എന്ന സ്ഥലത്തേക്ക് പോയി. അവൻ യേശു കർത്താവ് തന്നെ ക്രൂശും ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് അറിയപ്പെടുന്ന സ്തോത്രം തലയോടിരം എന്ന സ്ഥലത്തേക്ക് പോയി. നമുക്ക് അടിച്ച് പറിച്ച് പഞ്ചറായിട്ടേക്കുക. നിങ്ങൾ കേൾക്കുന്നോ? അടിച്ച് പറിച്ച് പഞ്ചറായിട്ടേക്കുക, തകർത്തിട്ടേക്കുക. തകർത്തിട്ട സമയത്ത് അവൻ്റെ ചുമലിൽ 9 അടി നീളം 6 അടി വീതിയുള്ളതായ ഭാരമേറിയ ഒരു മരക്കുരിശ് സ്തോത്രം വെച്ച് എന്നിട്ട് പറഞ്ഞു, നടക്കട. സ്വന്തം അമ്മയ്ക്ക് പോലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ക്രമത്തിൽ
തകർന്ന് നിൽക്കുക. ആർക്കോ വേണ്ടിയല്ല, ഒരു മതത്തിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി യേശു കർത്താവ് തകർന്ന് നിന്ന് അവന്റെ ചുമലിൽ തന്നെ ക്രൂശ് വെച്ച് തലേ ദിവസം പെസഹ ആചരിക്കുന്ന സമയത്ത് ഏതാണ്ട് അവൻ കഴിച്ചു, ഏതാണ്ട് കുടിച്ചു. പിന്നെ ആരും അവനെ കഴിക്കാനും കുടിക്കാനും ഒന്നും കൊടുത്തിട്ടില്ല. ശരീരത്തിന്റെ മിക്കവാറും രക്തം വാർന്നു പോയി, ഒരു തുള്ളി രക്തം പോലും കൊടുത്തില്ല. കയ്യഫാവിന്റെ കൊട്ടാരത്തിൽ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, അവനെ കൊണ്ടുപോയി സ്തോത്രം കെട്ടിയിട്ടിട്ട് പുലർകാലം വലിച്ചു പുറത്തിട്ട് അടിച്ച് തകർത്തിട്ട് എൻ്റെ ചുമലിൽ കുരിച്ചു വെച്ചിട്ട് പറഞ്ഞു, നടക്കടാ. എത്ര ദൂരം നടന്ന്? 1.2 കിലോമീറ്റേഴ്സ്. 1 കിലോമീറ്ററും 200 മീറ്ററും യേശു കർത്താവ് ആർക്കോ വേണ്ടിയല്ല, നിനക്ക് വേണ്ടി കുരിശു ചുമന്നു. ജീവിതത്തിന്റെ ഭാരം ഏറ്റെടുത്ത് എത്ര നാൾ മുന്നോട്ട് പോകും? എനിക്കൊരു ജീവിതമുണ്ടോ? എനിക്കൊരു ഭാവിയുണ്ടോ? എനിക്കൊരു നന്മയുണ്ടാകുമോ? അടുത്ത ദിവസം എൻ്റെ കുടുംബം എന്തായി തീരും? അടുത്ത ദിവസം എൻ്റെ മക്കൾ എന്തായി തീരും? എപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറും എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് നിങ്ങൾ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, നിന്റെ ഭാരത്തെ ചുമന്നുകൊണ്ട് യെരൂശലേമിന്റെ തെരുവിലൂടെ കർത്താവ് നടന്നു. യേശു കർത്താവ് യെരൂശലേമിന്റെ തെരുവിലൂടെ നടന്നപ്പോൾ തുള്ളി തുള്ളിയായി വീണതായി രക്തം. യെരൂശലേമിന്റെ തെരുവിൽ തുള്ളി തുള്ളിയായി വീണതായി രക്തം. ഞാൻ ആവർത്തിക്കുന്നു, യെരൂശലേമിന്റെ തെരുവിൽ തുള്ളി തുള്ളിയായി വീണതായി രക്തം ഇന്ന് രാത്രി നിന്നെ നോക്കി സംസാരിക്കുന്നു. യെരൂശലേമിന്റെ തെരുവിൽ തുള്ളി തുള്ളിയായി വീണതായ രക്തം ഇന്ന് രാത്രി നിന്നോട് പറയുന്ന മെസ്സേജ്, ദിസ് ഈസ് ദ വേ ഓഫ് ക്രോസ്. ഇത് കുരിശിന്റെ വഴിയത്രേ, ഇത് കുരിശിന്റെ വഴിയത്രേ, ഇത് ക്രൂശിന്റെ വഴിയത്രേ. ഈ വേദപുസ്തകം എടുത്ത് ബാംഗ്ലൂരിന്റെ തെരുവില് സെൽ മീറ്റിംഗ്, ഏരിയ മീറ്റിംഗ്, സഭായോഗം, കൺവെൻഷൻ, ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓടിയെങ്കിൽ മനസ്സിലാക്കണം, ഇത് കുരിശിന്റെ വഴി. എന്നാൽ 100% ഗ്യാരണ്ടിയോടെ ഞാൻ പറയട്ടെ, ആരാണോ ഈ പുസ്തകം ഉയർത്തിയത്, ദൈവം അവനെയും അവന്റെ കുടുംബത്തെയും ഉയർത്തുകയുണ്ടായി. ഓ സ്തോത്രം. ആരാണോ ഈ പുസ്തകം ചുമന്നത്, അവൻ ആരും സ്തോത്രം അതേ മെന്റൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുവാൻ, അവൻ ആരും ആത്മഹത്യ ചെയ്യുവാൻ എൻ്റെ കർത്താവ് അനുവദിച്ചതേ ഇല്ല. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു തകർന്ന ശരീരവുമായി സ്തോത്രം തൻ്റെ ചുമലിൽ കുരിശുമായി അവൻ മുന്നോട്ട് പോകുന്നതായ സമയത്ത് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ, ഒരു പ്രത്യേക സ്ഥലത്ത് he was totally collapsed under the cross. ആ കുരിശിന് കീഴിൽ അവൻ ഇതാ വീഴുന്നു. ആ കുരിശിന് കീഴിൽ യേശു കർത്താവ് പൂർണ്ണമായി വീണപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനി അവൻ പൊങ്ങത്തേ ഇല്ല, ഇനി അവൻ പൊങ്ങത്തേ ഇല്ല. ഹലോ, പല കുരിശും നിന്റെ മേൽ വീണപ്പോൾ പലരും പറഞ്ഞതാണ്, ഇനി ആ സഭ കാണത്തില്ല, ഇനി ആ ദൈവദാസൻ കാണത്തില്ല, ഇനി അവൻ മുന്നോട്ട് പോകത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, തെരുവിൽ വെച്ച് തീർന്നവനല്ല യേശു, ക്രൂശിന്മേൽ വെച്ച് സകലതും നിവർത്തിയാക്കിയവനത്ര യേശു. പാസ്റ്റങ്ങളെ, ദൈവത്തിന്റെ കൃപയാൽ വല്ലവനും ചെയ്യുന്നത് നമ്മൾ കാണത്തില്ല. നമ്മെ കൊണ്ട് ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചത് ദൈവം നമ്മിലൂടെ തന്നെ ചെയ്യും. സ്തോത്രം. അവൻ ക്രൂശിന് കീഴിൽ സ്തോത്രം കിടക്കുകയാണ്. ആ ക്രൂശിന് കീഴിൽ അവൻ കുറച്ചു നേരം കൂടെ കിടന്നാൽ ബാക്കിയുള്ള രക്തം കൂടെ വാർന്നുപോയി അവൻ മരിച്ചു പോകും. അതുകൊണ്ട് കൽപ്പന എന്താണ്? അവനെ കൊണ്ടുപോയി ക്രൂശിക്കണം. ശതാധിപൻ പറഞ്ഞു, ഇവനിങ്ങനെ കിടക്കാൻ പാടില്ല, ഈ കുരിശു പൊക്കണം. ഈ കുരിശു പൊക്കാൻ ആരേലും ഉണ്ടോ? ഈ കുരിശു പൊക്കാൻ ആരേലും ഉണ്ടോ? അവിടെ ഉള്ളതായ ചില പടയാളികളെ നോക്കി ഞാൻ പറയുമായിരിക്കും, ഒന്ന് വന്ന് ഈ ക്രൂശ് എടുക്ക്. അവർ പറയും, ഞങ്ങൾ വരത്തില്ല, ഞങ്ങൾ വലിയ സാമ്രാജ്യത്തിന്റെ വലിയ ആൾക്കാരാണ്. നിങ്ങൾ കേട്ടോ, ഞങ്ങൾ വലിയ സാമ്രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്, ഈ കുരിശെടുക്കാൻ ഞങ്ങൾ വരത്തില്ല. ഞാൻ ചോദിക്കുന്നു, ഹേ യഹൂദന്മാരെ, കുറച്ച് മസിലുള്ളവർ നിങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. അവർ പറയും, ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്, അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ കൊച്ചുമക്കളാണ് ഞങ്ങൾ, ഞങ്ങൾ വന്ന് ഈ കുരിശ് എടുക്കത്തില്ല. യഹൂദന്മാർ മുന്നോട്ട് വരത്തില്ല, സാമ്രാജ്യത്തിന്റെ വക്താക്കളായി നിൽക്കുന്ന പടയാളികളെ മുന്നോട്ട് വരത്തില്ല. കാരണം സ്തോത്രം, ഈ ചെറിയ ജോലി ചെയ്യാൻ, താണ ജോലി ചെയ്യുവാൻ, താണ വർഗത്തിൽപ്പെട്ട
പാവപ്പെട്ടവനെയാണ് ഇന്നും പിടിച്ചു നിർത്തുന്നത്. താണ ജാതി പറഞ്ഞ് പലരെയും താഴ്ത്തുന്നവനാണ് പലരും. താണ ജാതി പറഞ്ഞ് പ്ലാറ്റ്ഫോം തരാത്തവരാണ് പലരും. താണ ജാതി പറഞ്ഞ് അവസരം തരാതെ ഒതുക്കുന്നവരാണ് സകലതും. എന്നാൽ സ്തോത്രം കേൾക്കണമേ, അവർ ചുറ്റും നോക്കുമ്പോൾ കണ്ടു ഒരു കറുമ്പൻ വയലിലെ ജോലി തീർത്തിട്ട് തിരിച്ചു വരികയാണ്. കുറേനേക്കാരനായ ശിമോൻ അവൻ വയലിലേക്ക് പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, അവൻ വയലിലെ ജോലി തീർത്തിട്ട് അവൻ തിരികെ വരികയാണ്. സുലിപ്പാസ്രേ 9 മണിക്ക് ക്രൂശീകരണം ആരംഭിച്ചു. 9 മണിയായപ്പോൾ യേശു കർത്താവ് ക്രൂശിൽ കയറി. എനിക്ക് തോന്നുന്നു രാവിലെ 8 മണി ആയതേ ഉള്ളൂ. രാവിലെ 8 മണിയായപ്പോൾ ഈ അപ്പൻ, ഈ കുറേനേക്കാരനായ ശിമോൻ വയലിലേക്ക് പോകുന്നു എന്നല്ല ബൈബിൾ പറയുന്നത്. പിന്നെ വയലിൽ നിന്ന് മടങ്ങി വരുന്നു. വയലിൽ നിന്ന് മടങ്ങി വരുന്നു. വയലിൽ നിന്ന് മടങ്ങി വരുന്നു. എല്ലാ യുവാക്കളും യുവതികളും കേൾക്ക്, നിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത്. രാവിലെ 8 മണിയാകുമ്പോൾ ഉറക്കം പോലും പലരും എണീക്കത്തില്ല. എന്നാൽ സ്തോത്രം അവൻ പറയും ഫുൾ ടൈം മിനിസ്ട്രി. ഞാൻ പറയട്ടെ സ്തോത്രം, ഉഴപ്പന്മാർക്ക് ഉണർവിന്റെ തീയെ ചുമക്കാൻ കഴിയത്തില്ല. ഉഴപ്പന്മാർക്ക് ഉണർവിന്റെ തീയെ ചുമക്കാൻ പറ്റത്തില്ല. 8 മണിയായപ്പോ പിതാവ് ജോലി തീർത്തിട്ട് മടങ്ങി വരികയാണ്. അവൻ എപ്പോ ഉറക്കണിയിട്ടു, എപ്പോ എത്ര കഠിനമായി അധ്വാനിക്കുന്നത് നോക്ക്. അവനിതാ മടങ്ങി വരികയാണ്. എനിക്ക് 2 പെൺപിള്ളേരെങ്കിൽ അദ്ദേഹത്തിന് സ്തോത്രം 2 ആൺകുട്ടികൾ അത്രേ. ഒരുത്തന്റെ പേര് അലക്സാണ്ടർ, മറ്റവന്റെ പേര് രൂഫോസ്. ഒരുത്തന്റെ പേര് അലക്സാണ്ടർ, മറ്റവന്റെ പേര് രൂഫോസ്. അപ്പനിതാ വീട്ടിലേക്ക് ഓടുകയാണ്. അലക്സാണ്ടർ രൂഫസ്, അലക്സാണ്ടർ രൂഫസ്, അലക്സാണ്ടർ രൂഫസ്, അലക്സാണ്ടർ രൂഫസ്. പിള്ളേരെ കാണാൻ വേണ്ടി അപ്പൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ സാറന്മാരെന്ന് പണ്ട് പേര് വിളിച്ചിരുന്നതായ പടയാളികൾ അവനെ നോക്കി പറഞ്ഞു, ഡേയ് കറുമ്പരെ ഇങ്ങോട്ട് വന്നേ. ചില സാറ് വിളിച്ചാ പോകാതിരിക്കാൻ പറ്റുമോ? അവനെ ഓടിച്ചെന്ന് സ്തോത്രം. ചില നിന്നെ വിളിക്കുന്നത് നിന്നെ വഹിക്കാനാ. സ്തോത്രം. അതെ, വിളിക്കുന്നിടത്ത് പോകല്ല, അയക്കുന്നിടത്തേ പോകാവൂ. എല്ലാ ഇൻവിറ്റേഷനും ഇൻസ്പിറേഷൻ ആകണം എന്നില്ല. സ്തോത്രം. നോക്കേ, ഇവനിതാ ഓടിച്ചെന്ന് അവൻ്റെ കൈക്ക് പിടിച്ച് ഇവൻ വിചാരിച്ചു സാറ് വിളിക്കുന്ന വല്ലതും തരാൻ വേണ്ടിയാ. ചിലർ വിളിക്കുന്നത് എന്നെ വഹിക്കാനാ. ഇവനെ ഇതാ വിളിച്ചിട്ട് പോയി ജനക്കൂട്ടത്തെ മാറ്റി ഉള്ളിലേക്ക് കൊണ്ടുപോയി. വൃത്തിയില്ലാത്ത ക്രൂശിന്റെ കീഴിൽ ഒരുത്തൻ തകർന്നു കിടക്കുക. എന്നിട്ട് പറഞ്ഞു, എടുക്കടാ കുരിശ്. ഇന്ന് രാത്രിയും ഈ മൈക്കും പിടിച്ച് ഞാൻ ആരെയോ നിർബന്ധിക്കുന്നത് പോലെ, ഇഷ്ടമുണ്ടായിട്ടല്ല, പടയാളികൾ നിർബന്ധിച്ചത് കൊണ്ട് അവൻ ആ കുരിശെടുത്തു. ഐ എം സോറി, നിങ്ങൾ ഒത്തിരി നേരം നിൽക്കുകയാണ്, പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു പോട്ടെ, അത് വൃത്തിയില്ലാത്ത കുരിശ. അതിലൊത്തിരി തൊക്ക് പറ്റിയിരിപ്പുണ്ട്, ധാരാളം രക്തക്കറയുണ്ട്, ചെറിയ കഷ്ണം മാംസവും അതിൽ പറ്റിയിരിക്കും. അല്ലെങ്കിൽ കാര്യം അടിച്ച് തകർത്തിട്ടല്ലേ ആ തോളിൽ വച്ചു കൊടുത്തത്. തൊക്കും മാംസവും രക്തവും പറ്റിയിരുന്നതായ വൃത്തിയില്ലാത്ത കുരിശ് അറപ്പോടെ സ്വന്തം മനസ്സ് അനുവദിക്കുന്നില്ല, പക്ഷെ സാറന്മാരെ നിർബന്ധിക്കുകയാണ്. ആ അപ്പൻ കുനിഞ്ഞ വൃത്തിയില്ലാത്ത കുരിശെടുക്കുമ്പോൾ അവനിങ്ങനെ പറഞ്ഞു, അലക്സാണ്ടറെ, രൂഫോസേ, സോറി മക്കളെ, പപ്പ ലേറ്റായി പോകും. അലക്സാണ്ടറെ, രൂഫോസേ, നിങ്ങളുടെ കൂടെ വന്നിരിക്കണമെന്ന് പപ്പയ്ക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ പപ്പ ഇന്ന് ട്യൂഷന് വിടാൻ വരത്തില്ലേ, പപ്പയ്ക്കൊരു വേറെ മിനിസ്ട്രി ഉണ്ട്. പപ്പ സ്കൂളിൽ പാരൻസ് മീറ്റിങ്ങിനൊന്നും കാണത്തില്ലേ, പപ്പയ്ക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. പപ്പ PTA മീറ്റിങ്ങിന് കാണത്തില്ല. പപ്പ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ കാണത്തില്ല. മമ്മി ഒപ്പിടും. പപ്പയ്ക്ക് ഔട്ട് ഓഫ് സ്റ്റേഷൻ വേറൊരു പ്രോഗ്രാം ഉണ്ട്. പപ്പയ്ക്ക് വേറൊരു ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ നിർബന്ധം കിടക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഫേസ് കാണാൻ പപ്പയ്ക്ക് ഒത്തിരി ആഗ്രഹം, പക്ഷെ വേറെ നിർബന്ധം കിടക്കുക. പപ്പയ്ക്ക് വേറൊരു നിർബന്ധം കിടക്കുക. ആ
നിവൃത്തിയില്ലാത്ത കുരിശവൻ എടുത്ത് തോളത്ത് വെച്ച് അടുത്ത മാർബിൾ അവിടെ തകർന്ന് കിടന്നവൻ പതുക്കെ എഴുന്നേറ്റു. ആ തകർന്ന് കിടന്നവൻ എഴുന്നേറ്റപ്പോൾ ആ ശരീരത്തിൽ നിന്ന് കുറെ രക്തം പുറത്തേക്ക് ഒഴുകുകയാണ്. ആ രക്തം ഹാബിലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം ഇന്ന് രാത്രി ദൈവസഭയോട് സംസാരിക്കുകയാണ്. തകർന്ന യേശു മുന്നിൽ നടന്നു, ശീമോൻ ക്രൂശുമായി പിന്നിൽ നടന്നു. യേശു കർത്താവ് മുന്നിൽ നടന്ന കുഞ്ഞെ, ശീമോൻ ക്രൂശുമായി പിന്നിൽ നടന്ന. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. The cross before me, the world behind. Sing everyone. The cross before me, the world behind me. The cross before me, the world behind. കരങ്ങൾ ഉയർത്തി. No turning back, no turning back, no turning back, no turning back. യേശുവിൻ പിൻപേ പോകാനൂറ പാടിയാട്ടെ. യേശുവിൻ പിൻപേ പോകാനൂറച്ചു, യേശുവിൻ പിൻപേ പോകാനൂറച്ചു. പിന്മാറാതെ ഞാൻ മാറാതെ. എത്ര പേർ തീരുമാനിക്കും? മാറാതെ ഞാൻ മാറാതെ. ഒരിക്കൽ കൂടെ യേശുവിൻ പിൻപേ, യേശുവിൻ പിൻ, യേശുവേ പോകാനൂറച്ചു. മാറാതെ യേശുവിൻ പിൻപേ പോകാനൂറച്ചു, യേശുവിൻ പിൻപേ പോകാനൂറച്ചു. പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. പിന്മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. ബാംഗ്ലൂരിൽ നിന്റെ ചുമലിൽ ഒരു ക്രൂശുണ്ട്. നിന്റെ ഓരോരുത്തരുടെ ചുമലിലും കുരിശുണ്ട്. വല്ലവൻ്റെ കുരിശല്ല, നിന്റെ കുരിശ്. കളയല്ലേ, കളയല്ലേ, പിറുപിറുക്കല്ലേ, പിറുപിറുക്കല്ലേ, സ്പീഡ് കുറയല്ലേ. ഈ വാസ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് പറയുക, സ്പീഡ് കുറയല്ലേ. ചുമന്നോ. ശിമോൻ പിന്നാലെ പോകുമ്പോ കർത്താവ് മുന്നിൽ പോകുക. ശിമോൻ പിന്നാലെ പോകുക. തകർന്ന കർത്താവ് മുന്നിൽ പോകുക. ശിമോൻ പിന്നാലെ പോകുക. ശിമോൻ പിന്നാലെ പോകുമ്പോ സ്തോത്രം, അതേ മുന്നിൽ പോയി യേശു ഇങ്ങനെ പറഞ്ഞു കാണും, ശിമോനെ, ശിമോനെ, നിന്റെ തോളിൽ ഇരിക്കുന്നത് ശാപത്തിന്റെ ചിഹ്നമെങ്കിലും ഞാൻ അനുഗ്രഹത്തിന്റെ കർത്താവ് അത്രേ. നിന്റെ ചുമലിലിരിക്കുന്നത് ശാപത്തിന്റെ അടയാളമെങ്കിലും ഞാൻ അനുഗ്രഹത്തിന്റെ കർത്താവ് അത്രേ. നീ ശാപത്തിന്റെ ചിഹ്നമായ ആ കുരിശ്, ഞാൻ ചുമക്കേണ്ട കുരിശ് നീ ചുമക്കുന്നത് കൊണ്ട്, ഞാൻ ചുമക്കേണ്ട കുരിശ് ശിമോനെ നീ ചുമക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ മാത്രമല്ല അനുഗ്രഹിക്കുന്നത്, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും. ആരേലും ഉണ്ടോ? ആരേലും ഉണ്ടോ? ആരേലും ഉണ്ടോ?
ഓ, മക്കളുള്ള ആരെങ്കിലും ഉണ്ടോ? കൊച്ചുമക്കളുള്ള ആരെങ്കിലും ഉണ്ടോ? ജനിച്ചത് മാത്രമല്ല, ജനിക്കാൻ പോകുന്നതിനെയും തൊട്ട് 2013 നവംബറിൽ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നീ പോകുന്നത് പേരിനല്ല, പ്രശസ്തിക്കല്ല, നീ പോകുന്നത് യേശുവിന്റെ പിന്നാലെയാണ്. അതുകൊണ്ട് എന്റെ കർത്താവ് പറയുന്നു, നിന്നെ മാത്രമല്ല നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും. എനിക്കറിയത്തില്ല 1200 മീറ്റർ 400 മീറ്ററാണ് 200 മീറ്ററാണ് എത്ര ദൂരം ശീമോൻ ക്രൂശ് ചുമന്നു എന്നെനിക്ക് അറിയത്തില്ല ബിബിയെ. പക്ഷെ എനിക്ക് ഒന്ന് മാത്രം അറിയാം. സ്തോത്രം. ശീമോൻ ക്രൂശ് ചുമന്നപ്പോ, ശീമോൻ പപ്പ ക്രൂശ് ചുമന്നപ്പോ, ഡാഡി ക്രൂശ് ചുമന്നപ്പോ, അച്ഛൻ ക്രൂശ് ചുമന്നപ്പോ, അപ്പൻ ക്രൂശ് ചുമന്നപ്പോ, മക്കൾ 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 അനുഗ്രഹിക്കപ്പെട്ടു. മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. മൂത്തവൻ റൂഫോസ് റോമർ 16:13 സഭയുടെ ബിഷപ്പായി തീർന്നു. രണ്ടാമത്തവൻ അലക്സാണ്ടർ പട്ടണത്തിന്റെ ഗവർണറുമായി തീർന്നു. അങ്കിൾ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ടെങ്ങാണ്ട്. മൂത്തവൻ റൂഫോസ് സഭയുടെ ബിഷപ്പായി തീർന്നു. സ്തോത്രം. അലക്സാണ്ടർ ഗവർണറുമായി തീർന്നു. താണവർഗത്തിൽപ്പെട്ടവനാ, അനകൃതനാ, സൊസൈറ്റിയിൽ താണവനാ, കറുമ്പനാ. പക്ഷെ ആ കുരിശ് കുറച്ചു നേരം തോളിലിരുന്നപ്പോ അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് എന്റെ ദൈവം അവനെ ഉയർത്തിയെന്ന്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അവസാനിപ്പിക്കുക. സ്തോത്രം. ഈ ദൂത ഇൻകംപ്ലീറ്റ് അടുത്ത പ്രാവശ്യം പറയാം. സ്തോത്രം. അതെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഓ, കുറച്ചു നേരം കുരിശ് അവന്റെ ചുമലിൽ ഇരുന്നപ്പോ അപ്പൻ മാത്രമല്ല മാനിക്കപ്പെട്ടത്, അവന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. ആ അപ്പൻ അന്ന് സഭയിൽ പോയി 2 മിനിറ്റ് സാക്ഷ്യം കൊടുത്താൽ ആ 2 മിനിറ്റിനകത്ത് അവൻ ഇങ്ങനെ പറയും, ഓ, അർഹതയില്ലാത്ത സ്ഥാനത്ത് എൻ്റെ ദൈവം എന്നെ ഉയർത്തി. ആ കുരിശ് ഞാൻ എടുത്തപ്പോ എൻ്റെ ഒരു മകൻ ഗവർണറായി, മറ്റവൻ ബിഷപ്പുമായി. ഓ, എൻ്റെ ഒരു മകൻ ഗവർണറായി, മറ്റവൻ ബിഷപ്പുമായി. ഞാൻ മാത്രമല്ല, എൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടു. പാരമ്പര്യ ശാപമാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പാരമ്പര്യ ശാപം പറയുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പാരമ്പര്യ അനുഗ്രഹമത്രേ പറയുന്നത്. പാരമ്പര്യ അനുഗ്രഹം പറയുന്നത്. അബ്രഹാം കാണാത്തത് ഇസഹാക്ക് കണ്ടു. ഇസഹാക്ക് അനുഭവിക്കാത്ത യാക്കോബ് അനുഭവിച്ചു. യാക്കോബിന് ചിന്തിപ്പാൻ കഴിയാത്തത് യോസേഫിൽ സംഭവിച്ചു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പാരമ്പര്യ ശാപങ്ങൾ വേരോടെ പിഴുതുമാറട്ടെ. ബാക്കി അങ്ങോട്ട് ചോദിച്ചു നോക്കാം. ദൈവദാസൻ പറഞ്ഞുതരാം. പാരമ്പര്യ ശാപത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പന്മാർ കിടന്ന കിടരോഗം നിനക്കുള്ളതല്ല. അമ്മയുടെ ഓപ്പൺ ഹാർട്ട് സർജറി നിനക്കുള്ളതല്ല. പൂർവികർ സംഭവിച്ചതായ തകർച്ചകളും തളർച്ചകളും നിനക്കുള്ളതല്ല. ഇന്ന് രാത്രി എൻ്റെ കർത്താവ് പറയുന്നു, നിന്റെ കുടുംബത്തിൽ ഇതുവരെ ഇല്ലാത്ത പുതിയൊരു ചരിത്രം, നിന്റെ വീട്ടിൽ പുതിയൊരു ചരിത്രം, നിന്റെ കുടുംബക്കാരുടെ നടുവിൽ പുതിയൊരു ചരിത്രം യേശുവിന്റെ നാമത്തിൽ എന്റെ കർത്താവ് പുറത്തെടുക്കുകയാണ്. അവർ കണ്ടിട്ടില്ലാത്ത വഴിയിലൂടെ നീ മുന്നോട്ട് പോകാൻ പോകുന്നു. കണ്ണുകൾ അടച്ചാട്ടെ, 2 കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. പ്രാർത്ഥിച്ചു തന്നെ, സ്തോത്രം പറഞ്ഞു തന്നെ. അപ്പൻ ക്രൂശ് എടുത്തു, തലമുറകൾ മാനിക്കപ്പെട്ടു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമോ? ബോയ്സ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമോ? കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമോ? മേ ബി ഈ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല വാട്ട് ഈസ് ഹാപ്പനിങ് ഓവർ ഹിയർ, ബട്ട് ലെറ്റ് മീ ടെൽ യു, ഹി ഈസ് നോട്ട് എ സീസണൽ, ഹി ഈസ് നോട്ട് എ ഗോഡ് ഓഫ് സീസൺസ്, but he is the God of generation. അവൻ തലമുറകളുടെ ദൈവം, തലമുറകളുടെ ദൈവം, തലമുറകളുടെ ദൈവം.
Close your eyes and every voice pray in this place. In Jesus' name. തലമുറകള ദൈവം, തലമുറകള ദൈവം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, ഈ അന്തരീക്ഷത്തിൽ യേശുവിൻ്റെ രക്തം, ഈ അന്തരീക്ഷത്തിൽ യേശുവിൻ്റെ രക്തം, നിന്റെ മേൽ യേശുവിൻ്റെ രക്തം, നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ യേശുവിൻ്റെ രക്തം, നിന്റെ കൂടെ ഒരുപക്ഷെ ആ കുഞ്ഞ് കാണത്തില്ല, അവളുടെ മേൽ യേശുവിൻ്റെ രക്തം, നിന്റെ കൂടെ ആ മോൻ വന്നിട്ടില്ല, പക്ഷേ അവൻ്റെ മേൽ യേശുവിൻ്റെ രക്തം, നിന്റെ ഭർത്താവ് ഗൾഫിലാണ്, അദ്ദേഹത്തിൻ്റെ മേൽ യേശുവിൻ്റെ രക്തം, നിന്റെ ഭാര്യ വിദൂരതയിലാണ്, അദ്ദേഹത്തിൻ്റെ മേൽ യേശുവിൻ്റെ രക്തം, നിന്റെ കുഞ്ഞുങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ, വാതുറന്ന് പറ യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. വേറെ എവിടെയൊക്കെ നിനക്ക് പ്രോപ്പർട്ടി ഉണ്ട്, യേശുവിൻ്റെ രക്തം. കേസിൽ കുടുങ്ങി കിടക്കുന്നതായ പ്രോപ്പർട്ടീസ് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യപ്പെടുന്നു, യേശുവിൻ്റെ രക്തം. കേസിൽ കിടക്കുന്ന നന്മകൾ ഇന്ന് രാത്രി റിലീസ് ചെയ്യപ്പെടുന്നു, യേശുവിൻ്റെ രക്തം. അടഞ്ഞു കിടക്കുന്ന ബിസിനസ് മണ്ഡലങ്ങൾ തുറക്കുന്നു, യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. പദവിക്കെതിരെ സാത്താൻ വെല്ലുവിളിക്കുന്ന പ്രമോഷനെ തടയുന്ന, പ്രമോഷനെ തടയുന്ന, പ്രമോഷനെ തടയുന്ന കെട്ടുകൾ ഓഫീസിൽ നിന്ന് തകർന്നു മാറുന്നു, യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ കൂടെ ഇരിക്കുന്നവർ തന്നെ, കൂടെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ തന്നെ കെണികൾ ഒരുക്കുന്നു. എന്നാൽ എലി കെണിയിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന പോലെ, എലി കെണിയിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന പോലെ ആ ജോലിയുടെ കെട്ടിൽ, ആ ജോലിയിൽ നിന്നെ കെട്ടണമെന്ന് പറയുന്ന നിന്റെ ചുറ്റും ഇരിക്കുന്നവർ തുടർന്നുള്ള ദിവസങ്ങൾ പൊളിയും. നവംബറിന്റെ അവസാനത്ത്, ഡിസംബറിന്റെ ആരംഭത്തിൽ നിന്റെ ഓഫീസിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. അന്ന് നീ മനസ്സിലാക്കണം, ഇന്നലെ തിങ്കളാഴ്ചത്തെ വിടുതലല്ല, ഈ ചൊവ്വാഴ്ച യോഗത്തിന്റെ വിടുതലത്രേ വെളിപ്പെടുന്നത്. യേശുവിന്റെ രക്തം. വായി തുറന്ന് പറഞ്ഞു യേശുവിന്റെ രക്തം. ശബ്ദം ഉയർത്തി പറഞ്ഞു തന്നെ, ശബ്ദം ഉയർത്തി പറഞ്ഞു തന്നെ. പറ പറ പറ. ശാഖ മാ 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 റന്ധുനി രാമ സെഠിരി റോഖോസോ ശുബാഡാദി യാതുലാന ബൗരി അംദ്രോജഗദര ബൗഠി ദിബിഗമനാരിയാസി നവംബറിന്റെ ബാക്കി ദിവസങ്ങൾ യേശുവിന്റെ രക്തം, ഡിസംബറിൽ യേശുവിന്റെ രക്തം, 2014 യേശുവിന്റെ രക്തം, 2015 യേശുവിന്റെ രക്തം, 2016, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30 ഭാവിയിലെല്ലാം 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 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ, ഇന്ത്യയുടെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അങ്കിളെ, എനിക്ക് ഇനിയും പ്രസംഗിക്കാം, അതിൻ്റെ ഇൻകംപ്ലീറ്റാണ് ഞാൻ വിടുക. ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ മെസ്സേജ് ഞാൻ ഇൻകംപ്ലീറ്റായി വിടുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗം കഴിഞ്ഞു. ഇനി നിങ്ങളും പരിശുദ്ധാത്മാവ് 2 മിനിറ്റ് ടൈം തരിക. പ്ലാറ്റ്ഫോമിൽ നിന്ന് കൈ ഉയർത്ത് വാ തുറക്ക്, ആരും പറയത്തില്ല. മറക്ക്. യേശുവിൻ്റെ രക്തം, ഗദശമനിയിൽ ചൊരിഞ്ഞ രക്തം, പിലാത്തോസിന്റെ അരമനയിൽ ചൊരിഞ്ഞ രക്തം, യെരുശലേമിന്റെ തെരുവിൽ ചൊരിഞ്ഞതായ രക്തം, നിനക്ക് വേണ്ടി ചൊരിഞ്ഞ യേശുവിന്റെ രക്തം.
സ്വസ്ഥത പ്രാപിക്കൂ. സഭയെ, നിങ്ങൾ കണ്ടതിനേക്കാൾ കാണാൻ പോകുന്നത് വലുത്. നിങ്ങൾ ചെയ്തതിനേക്കാൾ ദൈവം നിങ്ങളോട് ചെയ്യാൻ പോകുന്നത് വലുത്. രാത്രി ഒരു പ്രൊഫറ്റിക് ആക്ട് ചെയ്യണം. വീട്ടിൽ പോയി മുഖം നോക്കുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണം. രണ്ട് കണ്ണും തുറന്ന കണ്ണാടി നോക്കണം. ഈ തലമുറയുടെ വലിയ ദൈവിക പദ്ധതിയാണ് നീ കാണുന്നത്. ഈ തലമുറയുടെ വലിയ ദൈവിക പദ്ധതിയാണ് ആ കണ്ണാടി നീ കാണുന്നത്. എന്നിട്ട് വാ തുറന്ന് പ്രവചിക്കണം. വാ തുറന്ന് പ്രവചിക്കണം. അയ്യോ ബ്രദറെ, പ്രവചനം വല്ലവനെ നോക്കിയല്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ തന്നെ കുറിച്ച് പ്രവചിച്ചു. ഇതൊന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ നോട്ടോഡോമസ് അല്ല. ഈ ആലയം പൊളിപ്പിൻ, ഞാനിതിനെ 3 ദിവസം കൊണ്ട് പണിയും. അവൻ തന്നെ കുറിച്ച് പ്രവചിച്ചു. യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഇരിക്കും. അവൻ തന്നെ കുറിച്ച് പ്രവചിച്ചു. ആ കർത്താവ് നിന്റെ ഉള്ളിൽ ഇരിക്കുക. രാത്രി നിന്നെ കുറിച്ച് പ്രവചിക്കും. നിന്നെ കുറിച്ച് പറയണം. ദൂത് ഞാൻ പറഞ്ഞു തരാം. ഓൾറെഡി പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞതാണ്. എവിടെ നീ തകർന്നോ, എവിടെ നീ ഉടഞ്ഞോ, എവിടെ നീ അവഹേളിക്കപ്പെട്ടോ, എവിടെ ഗൂഢാലോചന നടന്നോ, എവിടെ നിന്നെ മുറിവേൽപ്പിച്ചോ, എവിടെ നിനക്കെതിരെ മുൾക്കിരീടം മെടഞ്ഞോ, എവിടെ നിനക്കെതിരെ കുരിശുണ്ടാക്കിയോ, എവിടെ നിന്നെ നാണം കെടുത്തിയോ, എവിടെ നിന്നെ കൊന്നുകളഞ്ഞോ, എവിടെ നിന്റെ കല്ലറയ്ക്കകത്ത് വെച്ചോ, എവിടെ മുദ്ര ഉണ്ടായിരുന്നോ കാവൽക്കാരൻ നിർത്തിയോ. ഒരു വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ചയുണ്ട്. അതേ പട്ടണത്തിൽ ദൈവം തന്നെ ഉയർത്തും, ദൈവം തന്നെ മാനിക്കും. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുന്നതിന് മുൻപ് ഈ ദൂതിന്റെ പ്രവൃത്തി ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും ദൈവത്തിന്റെ കൃപയാൽ നടന്നിരിക്കും. ഇതെപ്പോ നിറവേറി തുടങ്ങും ബ്രദർ എന്ന് ചോദിച്ചാൽ വരുന്ന ക്രിസ്മസിനല്ല, ഇന്ന് രാത്രി മുതൽ. ഈ ജനം പുറത്തിറങ്ങാണ്, ഈ ജനം പുറപ്പെടുകയാണ്.
നായി കുരയ്ക്കത്തില്ല, മരണദൂതൻ ഇവരെ തൊടത്തില്ല. ഓ കമോൺ കമോൺ കമോൺ. നായി കുരയ്ക്കത്തില്ല. നാവുകളെ നിനക്കെതിരെ സംസാരിക്കുന്ന നാവുകളെ മിണ്ടാതാക്കുന്നു. നായി കുരയ്ക്കത്തില്ല, മരണദൂതൻ തൊടത്തില്ല. ചില മന്ത്രവാദി രക്തം ഛർദിക്കും. ചില കോമ മണ്ഡലങ്ങൾ പണിതതിൽ നിലവിളി ശബ്ദം കേൾക്കും. ഓടിപ്പോകല്ല, നിങ്ങളെ തൊടുന്നവർ God bless you. കർത്താവേ, ഞങ്ങളോട് ഇടപെട്ട ദൈവിക ആലോചനകളുടെ മഹത്വത്തിനായി നന്ദി. തുടർന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണേ. ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റണേ. മുഴുമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അത് സുരേഷ് ബാബുവിനോടുള്ള നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കട്ടെ. അടുത്ത പ്രാവശ്യം വരേണ്ട ഡേറ്റ് ഞാൻ വിളിച്ചു പറയാം. നമുക്കത് തീരുമാനിക്കാം. അത് വേഗത്തിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. എവിടെയെങ്കിലും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആരാധിക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് പരസ്യമായിട്ട് ആദ്യമായിരിക്കും ഞാൻ പറയുന്നത്. ഇന്ന് പറഞ്ഞ് തുടങ്ങുന്നു. ആരാധനയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യമുണ്ട്. നാളെ രാവിലെ 8:30 വീണ്ടും നമ്മുടെ ആരാധന. രാവിലെ ഇവിടെ ബൈബിൾ ക്ലാസ് ആരംഭിക്കും. 10:30 ഇവിടെ വെച്ച് രാത്രിയിലെ ആദ്യത്തെ സെക്ഷൻ, 2:45 രണ്ടാമത്തെ സെക്ഷൻ, വൈകിട്ട് 7 മണിക്ക് മൂന്നാമത്തെ സെക്ഷൻ ഉണ്ടായിരിക്കും. അടുത്ത 3-4 ദിവസം അത് തന്നെയായിരിക്കും സ്കെഡ്യൂൾ. ഞായറാഴ്ച പരസ്യ ആരാധന ഉണ്ടായിരിക്കും. ആരാധനകളിൽ പങ്കെടുക്കുവാൻ, തുടർന്നുള്ള ഉപവാസ പ്രാർത്ഥനകൾ പങ്കെടുക്കാൻ അപേക്ഷിക്കുന്നു. ഉപവാസ പ്രാർത്ഥന തീർന്നില്ല, തീർന്ന പോലെ ഒരു തോന്നൽ പലർക്കും കൊണ്ട് തീർന്നില്ല. തുടരുക. കർത്താവിന് സ്തോത്രം.